കണ്ണൂർ അടുത്തിലയിൽ SBI ജീവനക്കാരി ദിവ്യയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ദിവ്യയുടെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് സുഹൃത്തുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തുവന്നു. ഭർതൃവീട്ടിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചാണ് സുഹൃത്തായ ഡോക്ടർ അപർണയോട് ദിവ്യ ചാറ്റിൽ പറയുന്നത്. കണ്ണൂരിൽ നിന്നും അമൽനാഥ് ഉണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഭർതൃവീട്ടിലെ പീഡനം തന്നെയാണോ ഈ യുവതി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? ഇതിൽ ദുരൂഹതയേറുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ വിശദാംശങ്ങൾ വരുന്നത്. പോലീസിന്റെ ഒരു ഭാഷ്യം അതെങ്ങനെയാണ്? ഭദ്ര, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കണ്ണൂർ അടുത്തില സ്വദേശിനിയും SBI ബാങ്ക് ജീവനക്കാരിയുമായ ദിവ്യയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ വലിയ ദുരൂഹതകളാണ് നിലവിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ദിവ്യ തന്റെ അയൽവാസിയും ഡോക്ടറുമായ സുഹൃത്ത് അപർണയ്ക്ക് അയച്ച വാട്സപ്പ് ചാറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഭർതൃവീട്ടിൽ നിന്നും ദിവ്യക്ക് വലിയ രീതിയിലുള്ള മാനസികമായ പീഡനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ്. പലപ്പോഴും ദിവ്യയെ ഭർത്താവിന്റെ മാതാവും കൂടി പരാതികൾ പറയുകയും ഒപ്പം തന്നെ വളരെ മോശമായ ഭാഷയിൽ ദിവ്യയോട് സംസാരിച്ചതായും ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ ദിവ്യയെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ വേണ്ടി ഭർത്താവിന്റെ മാതാവും പലപ്പോഴും ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ ദിവ്യക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിനാൽ തന്നെ ദിവ്യയെ കൊണ്ട് പലപ്പോഴും മരുന്ന് കഴിപ്പിക്കുവാൻ വേണ്ടിയും ഇവർ ശ്രമിച്ചിരുന്നു. ഒപ്പം തന്നെ ദിവ്യക്ക് ഭർതൃവീട്ടിൽ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളുമില്ല എന്ന് വീഡിയോ എടുത്ത് വെക്കുവാനും ഒക്കെ ശ്രമിച്ചതായി ഈ ഒരു വാട്സപ്പ് ചാറ്റുകളിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ദിവ്യയുടെ മകൻ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ദിവ്യ മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ദിവ്യയെ നിർബന്ധിച്ചുകൊണ്ട് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടി ഭർത്താവിന്റെ മാതാവും ശ്രമിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ദിവ്യ അതിന് മരുന്ന് കഴിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. പിന്നീട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ദിവ്യ ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നൊക്കെ ദിവ്യയുടെ മകൻ നിലവിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ദുരൂഹതകളാണ് നിലവിൽ ദിവ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ദിവ്യയുടെ അച്ഛൻ 3 ദിവസങ്ങൾക്ക് മുൻപ് പഴയങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. തന്റെ മകളുടെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസ് 3 ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും കൈക്കൊള്ളാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നത് കൂടി ഏറെ ശ്രദ്ധേയമാണ്. പോലീസിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത് ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതിന്റെ പരിശോധനകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് മറുപടി നൽകുന്നത്. എങ്കിൽ പോലും പരാതി നൽകി 3 ദിവസം കഴിഞ്ഞിട്ടും ദിവ്യയുടെ അച്ഛന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് നിലവിൽ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂർ അടുത്തിലയിൽ SBI ജീവനക്കാരി ദിവ്യയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത ഏറുന്നതായി പറയുന്നത്. ദിവ്യയുടെ മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് സുഹൃത്തുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നതോടെയാണ് സംഭവത്തിൽ ദുരൂഹത ഏറുന്നത്. ഭർതൃവീട്ടിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ അപർണയോട് ദിവ്യ ചാറ്റിൽ പറയുന്നത്. അതേസമയം വീട്ടുകാരും ദിവ്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും അമൽനാഥ്. വേനൽക്കാലം ആരംഭിച്ചതോടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങിത്തുടങ്ങി. രാത്രികാലത്ത് പോലും വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ആനച്ചാൽ മേഖലയിലാണ് കാട്ടുപോത്തുകളുടെ